സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമായതോടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി. കടകംപള്ളി സുരേന്ദ്രൻ, എൻ ശക്തൻ, കെ എം മാണി, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രികകൾ സമർപ്പിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഔദ്യോഗിക തുടക്കമായത്. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സംസ്ഥാന വ്യാപകമായി സമർപ്പിച്ചു തുടങ്ങി. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്നും ജനവിധി തേടുന്ന CPIM മുൻ ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. A. സമ്പത്ത് MP, മേയർ VK പ്രശാന്ത്, M. വിജയകുമാർ, മറ്റ് പാർട്ടി പ്രവർത്തകർ എന്നിവർക്കൊപ്പമാണ് കടകംപള്ളി സുരേന്ദ്രൻ എത്തിയത്. ഇന്ന് ഭൗമദിനമായതുകൊണ്ട് ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ അദ്ദേഹം ഒരു വൃക്ഷത്തൈ നട്ടതിനു ശേഷമാണ് പത്രിക സമർപ്പിച്ചത്. UDF-ൽ നിന്നും N ശക്തൻ, K മുരളീധരൻ എന്നിവർ പബ്ലിക് ഓഫീസിലെത്തി പത്രികകൾ സമർപ്പിച്ചു. K M മാണി കോട്ടയം കളക്ടറേറ്റിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ബ്ലോക്ക് ഓഫീസിലും എത്തി പത്രികകൾ സമർപ്പിച്ചു. BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, മുൻ അധ്യക്ഷൻ V മുരളീധരൻ എന്നിവർ തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തിയും പത്രികകൾ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകി. ഇത്തവണ ആദ്യമായി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സർക്കാർ നൽകിയ ഔദ്യോഗിക താമസ സംവിധാനം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലവും സ്ഥാനാർത്ഥികൾ നൽകണം. ബാങ്ക് അവധിയായതിനാൽ നാളെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇനി തിങ്കളാഴ്ച മുതലാകും പത്രികകൾ സ്വീകരിക്കുക. 29-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. 30-ാം തീയതി പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. മെയ് 2-ാം തീയതിയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ മെയ് 2-ാം തീയതി 3 മണിക്ക് ശേഷമാകും സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രവും തയ്യാറാവുക. വിജ്ഞാപനം വന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുകയും ചെയ്തു. മുന്നണികളാകട്ടെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊടും വരൾച്ചയിൽ ചുട്ടുപൊള്ളുന്ന മഹാരാഷ്ട്രയിൽ 11 വയസ്സുകാരന് ദാരുണാന്ത്യം. വെള്ളം തേടിയലഞ്ഞ ബാലൻ കിണറ്റിൽ വീണ് മരിച്ചു. മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലാണ് കടുത്ത വേനൽ ഒരു നാടിനെയാകെ കണ്ണീരണിയിച്ചത്. കുടിക്കാൻ വെള്ളം തേടിയലഞ്ഞ് ഒടുവിൽ കിണറ്റിൽ വീണ് മരിച്ച സച്ചിൻ ഗോപിനാഥ് എന്ന 11-കാരനാണ് ഇന്നീ മേഖലയുടെ ദുരന്തമുഖം. സച്ചിന്റെ വീടിന് 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സച്ചിൻ കാൽവഴുതി കിണറ്റിൽ വീണത്. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തെങ്കിലും വൈകിപ്പോയിരുന്നു. ചേതനയറ്റ സച്ചിന്റെ ശരീരം മാത്രമാണ് അവർക്ക് കിണറ്റിന്റെ പുറത്തെത്തിക്കാനായത്. മഹാരാഷ്ട്രയിൽ വേനൽ ഏറ്റവും രൂക്ഷമായ മറാത്തുവാഡ മേഖലയിലാണ് ബീഡ് ജില്ല സ്ഥിതി ചെയ്യുന്നത്. സൂര്യതാപത്തിൽ ചുട്ടുപൊള്ളുന്ന ഇവിടെ 44 ഡിഗ്രിക്ക് മേളിലാണ് താപനില. ന്യൂസ് ഡെസ്ക്. ലൈംഗിക അടിമകളാകാൻ വിസമ്മതിച്ച 250-ലധികം സ്ത്രീകളെ IS ഭീകരർ വധിച്ചതായി റിപ്പോർട്ട്. വടക്കേ ഇറാഖിലെ മൊസൂളിൽ നിന്നുള്ള സ്ത്രീകളെയാണ് IS ഭീകരർ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത്. വടക്കേ ഇറാഖിലെ മൊസൂളിന്റെ നിയന്ത്രണം IS ഏറ്റെടുത്തതു മുതൽ അവിടുത്തെ സ്ത്രീകളോട് തങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരെ താത്കാലികമായി വിവാഹം കഴിക്കാൻ ഭീകരർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് നിരസിക്കുകയും ലൈംഗിക അടിമകളാകാൻ വിസമ്മതിക്കുകയും ചെയ്ത സ്ത്രീകളെയാണ് IS ഭീകരർ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത്. 250-ലധികം പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. സ്ത്രീകളുടെ കുടുംബാംഗങ്ങളെയും ഇവർ വധിച്ചതായി ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുർദിഷ് ന്യൂസ് ഏജൻസി വെളിപ്പെടുത്തി. മാത്രമല്ല IS അധിനിവേശ പ്രദേശങ്ങളിലെല്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾ വലിയ തോതിൽ ലംഘിക്കപ്പെടുകയാണെന്നും അവരെ കച്ചവടച്ചരക്കാക്കി മാത്രം ഉപയോഗിക്കുകയാണെന്നും പേട്രിയോട്ടിക് യൂണിയൻ ഓഫ് കുർദിസ്ഥാൻ പാർട്ടി നേതാവ് ഖയ സുർജി പറഞ്ഞു. മൊസൂളിൽ സ്ത്രീകൾ തനിയെ പുറത്തിറങ്ങുന്നതും സ്വയം പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതും IS വിലക്കിയിരിക്കുകയാണ്. 2014 ജൂണിലാണ് IS മൊസൂളിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. 2014 ഓഗസ്റ്റിൽ 500-ലധികം യാസദി സ്ത്രീകളെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി അവരുടെ ലൈംഗിക അടിമകളാക്കിയിരുന്നു. അതേ വർഷം ഒക്ടോബറിലും വടക്കൻ ഇറാഖിലെ 500-ലധികം സ്ത്രീകളെയും ഭീകരർ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. ഫേസ്ബുക്ക് ആപ്ലിക്കേഷന്റെ വീഴ്ച കണ്ടെത്തിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഫേസ്ബുക്കിന്റെ $10,000 സമ്മാനം ലഭിച്ചു. കൊല്ലം ചാത്തന്നൂർ MES എഞ്ചിനീയറിംഗ് കോളേജിലെ 6ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അരുൺ S. കുമാറിനാണ് സമ്മാനം നൽകിയത്. പിണറായി വിജയൻ അരുണിനെ ആദരിച്ചു. ഫേസ്ബുക്കിന്റെ ഫുൾ അക്കൗണ്ട് ടേക്ക് ഓവർ എന്ന ബഗ്ഗാണ് അരുൺ കണ്ടുപിടിച്ചത്. ആർക്കു വേണമെങ്കിലും മറ്റുള്ളവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കയറാമെന്നത് ഫേസ്ബുക്കിന്റെ പ്രധാന വീഴ്ചയായി അരുൺ കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ പ്രതിഫലമായാണ് സമ്മാനത്തുക ലഭിച്ചത്.
ബഗ് കണ്ടുപിടിച്ചും ഇതിനു മുമ്പ് 5 തവണ ഫേസ്ബുക്കിൽ നിന്ന് അരുൺ സമ്മാനം നേടിയിട്ടുണ്ട്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ നെറ്റ്വർക്ക് എല്ലാ സാധാരണക്കാരും യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. അപ്പോൾ അവരവരെ പോസ്റ്റുകൾ എല്ലാം ഷെയർ ചെയ്യാനാണ് സാധാരണ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ, കോൺടാക്ട് ചെയ്യാനൊക്കെയാണ് സാധാരണക്കാർ ഇത് യൂസ് ചെയ്യുന്നത്. അവരെ അക്കൗണ്ടിൽ ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഓപ്പണായി കിടക്കുക എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവരുടെ അക്കൗണ്ടിൽ കയറി നമുക്ക് പോസ്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അങ്ങനെ ഫേസ്ബുക്കിൻ്റെ എല്ലാ ഫങ്ഷൻസും നമുക്ക് ഒരാൾ അക്കൗണ്ടിൽ കയറി ഹാക്ക് ചെയ്തെടുത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർ എനിക്ക് റിപ്ലൈ തരികയും ഫിക്സ് ചെയ്യുകയും ചെയ്തിട്ടു. അത് ഏറ്റവും ഒരു സിവിയർ ആയിട്ടുള്ള ബഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു എമൗണ്ട് എനിക്ക് അവർ റിവാർഡ് ചെയ്തത്. കൊല്ലം ഇരവിപുരം തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വെച്ച് പിണറായി വിജയൻ അരുണിനെ ആദരിച്ചു. ലോകത്തിലെ ഫേസ്ബുക്ക് സംവിധാനത്തിലുണ്ടാകുന്ന ഒരു തകരാറിലേക്ക് എത്തി. അത് പരിഹരിക്കാനുള്ള നിർദ്ദേശം അവരുടെ അടുത്ത് വെക്കുന്നു. അവർക്ക് അത് അംഗീകരിക്കേണ്ടി വരുന്നു. നമുക്ക് ആ പ്രതിഭയെ ആദരിക്കാം. ഇതുപോലുള്ള പ്രതിഭകൾക്ക് നമ്മളിവിടെ അവസരമൊരുക്കണമെന്നാണ് LDF നേരത്തെ പറഞ്ഞു വെച്ചത്. ചെർക്കര പഞ്ചായത്തിലെ UD ക്ലാർക്ക് സുരേഷ് കുമാറിന്റെയും നാഗലക്ഷ്മിയുടെയും മകനാണ് അരുൺ. നവമാധ്യമങ്ങളുടെ രാജാവെന്ന് അറിയപ്പെടുന്ന ഫേസ്ബുക്ക് ഉടമ മാർക്ക് സുഖബർഗിന്റെ അക്കൗണ്ട് പോലും ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് കൊല്ലം മുണ്ടക്കൽ സ്വദേശി അരുൺ തെളിയിച്ചിരിക്കുകയാണ്. അരുണിനൊപ്പം ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം കൊല്ലത്ത് നിന്ന് രാജ്കുമാർ. ഇന്ന് ലോക ഭൗമദിനം. വൃക്ഷങ്ങൾ ഭൂമിയുടെ രക്ഷയ്ക്ക് എന്നതാണ് ഇത്തവണത്തെ ഭൗമദിന സന്ദേശം. ഭൗമദിനത്തിന്റെ 46ാം വാർഷികമാണ് ഇത്തവണ ആചരിക്കുന്നത്. ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ നിലനിൽപ്പിനായി ലോകം ഇന്ന് വീണ്ടും ഒരു ഭൗമദിനം ആചരിക്കുകയാണ്. ഭൗമദിനത്തിന്റെ 46ാം വാർഷികമാണ് ഇക്കൊല്ലം ആചരിക്കുന്നത്. വൃക്ഷങ്ങൾ ഭൂമിയുടെ രക്ഷയ്ക്ക് എന്നതാണ് ഈ വർഷത്തെ ഭൗമദിന സന്ദേശം. 2020-ൽ ഭൗമദിനാചരണത്തിന് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ലോകത്തെ 780 കോടി ജനങ്ങൾക്ക് ഒരു വൃക്ഷം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് എർത്ത് ഡേ ഫൗണ്ടേഷന്റെ ലക്ഷ്യം. കത്തുന്ന മേടച്ചൂടിൽ രാജ്യം വെന്തുരുകുമ്പോഴാണ് ഇത്തവണ ഭൗമദിനം കടന്നുവരുന്നത്. ആഗോളതാപനവും അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനവുമാണ് കനത്ത ചൂടിന് കാരണം. അത്യന്തം സങ്കീർണമായ രീതിയിൽ ആഗോളതാപനം മുന്നോട്ടു പോയാൽ 21ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമെന്നാണ് പ്രവചനം. അന്തരീക്ഷ താപനില 2 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചാൽ തന്നെ ഭൂമിയിൽ ജീവന് വെല്ലുവിളിയാകും. മനുഷ്യന്റെ ഇടപെടലിനെ ആശ്രയിച്ചാണ് ഭൂമിയുടെ നിലനിൽപ്പ്. അതിനെ നശിപ്പിക്കാതെ വരും തലമുറയ്ക്കായി കരുതിവയ്ക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വരും തലമുറയ്ക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ കരുതലും അതുതന്നെയാകും. തിരുത്തലിനും നിയന്ത്രണത്തിനുമായി ആഗോള വ്യാപകമായി നടക്കുന്ന ശ്രമങ്ങളിൽ ഒരു കൈസഹായം നമുക്കും നൽകാം. ന്യൂസ് ഡെസ്ക്. നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങളിലൊന്നാണ് തലവേദന. ബാമുകളും വേദന സംഹാരികളും ഉപയോഗിച്ചാണ് സാധാരണ തലവേദനയെ തടയുക. എന്നാൽ മരുന്നില്ലാതെ തലവേദന മാറ്റാനുള്ള ചില മാർഗങ്ങൾ പരിചയപ്പെടാം. തലവേദനയ്ക്ക് കാരണങ്ങൾ പലതാണ്. തലവേദന വരാൻ അധിക സമയവും വേണ്ട. ഏതു പ്രായക്കാർക്കും വരാം. തലവേദന വന്നാൽ നമ്മൾ സ്വീകരിക്കാനുള്ള ചില എളുപ്പവഴികളുണ്ട്. ബാം ഉപയോഗിക്കുക, വേദന സംഹാരികൾ കഴിക്കുക തുടങ്ങിയവ. ഇങ്ങനെ തലവേദന അകറ്റാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇനി ഇത്തരം എളുപ്പവഴികളുടെയൊന്നും ആവശ്യമില്ല. തലവേദനയുടെ കാരണം തിരിച്ചറിയുകയാണ് ആദ്യ വഴി. സ്ട്രെസ്, വിശ്രമമില്ലായ്മ, ഹോർമോണുകളുടെ പ്രവർത്തനം, ഭക്ഷണക്രമത്തിലെ താളം തെറ്റൽ, കാലാവസ്ഥ തുടങ്ങിയവയെല്ലാം തലവേദനയുടെ പ്രധാന കാരണങ്ങളാണ്. തലവേദന ഉണ്ടാകുമ്പോൾ മരുന്നുകളോ ബാമോ ഒന്നുമില്ലാതെ തന്നെ തലവേദനയെ തുരത്താം. അതിനെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ശുദ്ധവായു ലഭിക്കുന്നതിലൂടെ നമുക്ക് തലവേദനയെ അകറ്റാനാവും. ദീർഘനേരത്തെ ഇരുത്തത്തിന്റെ ഫലമായാണ് പലപ്പോഴും തലവേദന വരുന്നത്. തലയ്ക്ക് തണുപ്പ് ലഭിച്ചാൽ പലപ്പോഴും അത് തലവേദനയെ തുരത്തും. അതുകൊണ്ട് തന്നെ വേദനയുള്ളപ്പോൾ ഐസ് പാക്ക് വെക്കുന്നതും നല്ലതാണ്. തലവേദനയുള്ളപ്പോൾ കുളിക്കുന്നതും നല്ലത്. ഇത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കും. മാത്രമല്ല, മാനസിക സമ്മർദ്ദം മൂലമുള്ള തലവേദനയാണെങ്കിൽ കുളിയിലൂടെ മനസ്സ് പലപ്പോഴും ശാന്തമാകും. ഹെഡ് മസാജ് ചെയ്യുന്നതും തലവേദനയ്ക്ക് പരിഹാരമാണ്. 10 മുതൽ 15 സെക്കൻഡ് നേരമെങ്കിലും ഹെഡ് മസാജ് ചെയ്യാൻ ശ്രമിക്കണം. തലവേദനയുള്ളപ്പോൾ ഉറങ്ങാൻ കഴിയില്ല. എന്നാൽ ഉറങ്ങുന്നത് വഴി തലവേദന കുറയ്ക്കാനാവും. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാതിരുന്നാലും തലവേദനയുണ്ടാകും. സമയത്ത് ആഹാരം കഴിക്കുക എന്നതാണ് ശരീരത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസം.
സമയത്തുള്ള ഭക്ഷണം തലവേദന കുറയ്ക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV.